മംഗളവാർത്താ ദേവാലയത്തിന്റെ പുറത്ത് മുകളിലായി മാലാഖയുടെ ചിത്രവും താഴെ 4 സുവിശേഷകരുടെ പേരുകളും ചിത്രങ്ങളും ആലേഖനം ചെയ്തതായും കാണാൻ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ യൗസേപ്പിതാവിന്റെ പണിപ്പുരയുള്ള പള്ളിയിലേക്കാണ് പോയത്. മാതാവിന്റെ ഗ്രോട്ടോയ്ക്കടുത്തായിട്ടാണ് ഇത്. ഇവിടെ ഒരു പ്രാചീന മാമോദീസ തൊട്ടിയും വെള്ളം നിറയ്ക്കുന്ന സംഭരണയും കാണാൻ കഴിഞ്ഞു. യൗസേപ്പിതാവിന്റെ ഭവനവും ഈശോ വളർന്ന ഭവനവുമായിരുന്നു ഇതെന്ന് വിശ്വസിക്കുന്നു. കുരിശുയുദ്ധക്കാർ ഇവിടെയുണ്ടായിരുന്ന ദേവാലയം പുതുക്കിപ്പണിതു. അതിന്റെ മുകളിലായിട്ടാണ് ഇപ്പോഴത്തെ പള്ളി. 1914 പള്ളി പണിതത്. നസറത്തിലെ പ്രാചീനമായ നീരുറവയും കിണറും പണ്ട് മുതലേ ഭക്തിക്ക് വിഷയമാണ്. യാക്കോബിന്റെ സുവിശേഷത്തിൽ മംഗളവാർത്തയുടെ ആദ്യ ഭാഗം കിണറ്റിൻകരയിൽ വെച്ച് നടന്നതായാണ് വിവരിക്കുന്നത്. നസറത്തിലെ മറിയവും യേശുവും വെള്ളം കോരാൻ വന്നിരുന്ന കിണറിനരികെയാണ് ഞങ്ങളിപ്പോൾ. ൽ ഇവിടെ വിശുദ്ധ ഗബ്രിയേലിന്റെ ദേവാലയം നിർമ്മിക്കപ്പെട്ടു. ഈ ദേവാലയം ഗ്രീക്ക് ഓർത്തഡോക്സ് വൈദികരുടെ സംരക്ഷണയിലാണ്.